പിയോൺ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു ചന്തേരി കോട്ടണിൽ വന്നേക്കണ സാരി കേട്ടോ. ഇതിൽ ഫുള്ള് വന്നിരിക്കുന്ന കാന്താ വർക്കാണ്. വളരെ ഭംഗിയായിട്ട് നമുക്ക് വെയർ ചെയ്യാവുന്ന ഒരു സാരി. ഇതൊരു ഡാർക്ക് പീച്ച് ഷെയ്ഡിലാണ് വന്നേക്കണേ. ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഡിസൈൻ വരിക. ഇങ്ങനെ കാന്താ വർക്ക് വരുന്നു. അതുപോലെ ആ കാന്താ സ്റ്റിച്ചിങ് തന്നെയാണ് ഓൾ ഓവർ വരിക. ഹാഫായിട്ടും ലോവർ പോർഷനിൽ ഹാഫായിട്ടും വരുന്നു. പിന്നെ പല്ലു പോർഷൻ ഇങ്ങനെയും വരുന്നു. ഇതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സും ഡിഫറെൻറ്റ് ഡിസൈൻസും ഉണ്ട്. നമുക്കത് ഓരോന്നായിട്ടൊന്ന് കാണാം. ഇതൊരു ചിക്കു ഷെയ്ഡിലാട്ടോ വന്നേക്കണേ. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു പോർഷൻ വരുന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിരിക്കുന്നു. നമുക്ക് വെയർ ചെയ്യാനൊക്കെ എളുപ്പമാണ്. ഒത്തിരി ചൂടെടുക്കുന്ന മെറ്റീരിയലൊന്നുമല്ല. ഇങ്ങനെയാണ് ഇതിൻ്റെ ഹാഫായിട്ട് വരുന്നത്. 1385 ഈ സാരി വരുന്നത്. ഇതിൻ്റെ ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എന്തിലും ഈ കാന്താ വർക്ക് വരുന്നുണ്ട്. ഗ്രീൻ്റെ ഒരു ഷെയ്ഡാട്ടോ. ഡിസൈനുകളെല്ലാം സെയിം തന്നെയാട്ടോ. എല്ലാത്തിലും ഈ കാന്താ വർക്കാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു പോർഷൻ വരിക. അതുപോലെ മൾട്ടി കളേഴ്സിൽ തന്നെയാണ് ഇതിൻ്റെ ഡിസൈനുകൾ ഫുള്ള് വരിക. ഇങ്ങനെ ബോഡി പാർട്ട് വരുന്നു. പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഇങ്ങനെ ഹാഫായിട്ടും വരുന്നു. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എന്തിലും അതേ കാന്താ വർക്ക് തന്നെ വരുന്നുമുണ്ട്. യെല്ലോ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഒരു ലെമൺ യെല്ലോ ലൈറ്റായിട്ടുള്ളൊരു യെല്ലോ ഷെയ്ഡിൽ. ഡിസൈനുകളെല്ലാം മൾട്ടി കളേഴ്സിൽ തന്നെയാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് എല്ലാം വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്കുകൾ വരിക. ഡസൽസ് എല്ലാം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബോഡി പാർട്ട് ഇങ്ങനെ വരുന്നു. ഹാഫായിട്ട് തന്നെ എല്ലാം ഡിസൈൻ സെയിം ആട്ടോ. ഹാഫായിട്ട് തന്നെ വരുന്നു. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ ഡിസൈൻ തന്നെ വരുന്നു. വെയർ ചെയ്തിരിക്കുന്ന സെയിം സാരി ആണ്. ഇതിനെല്ലാം റേറ്റ് വരുന്നത് 1385 എല്ലാത്തിൻ്റെയും ഹാഫായിട്ട് ആ വർക്ക് വന്നിരിക്കുന്നു. അതുപോലെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ ഡിസൈൻ തന്നെ വന്നിരിക്കുന്നു. ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡാട്ടോ. ഇതിലും മൾട്ടി കളറായിട്ട് തന്നെ വന്നിരിക്കും. ഞാനിതെല്ലാം 1 ലെയറായിട്ടാട്ടോ ഇട്ട് കാണിച്ചിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ മനസ്സിലായല്ലോ. ട്രാൻസ്പെറൻ്റ് അല്ല, വെയ്റ്റ്ലെസ് ആണ്. നമുക്ക് പെട്ടെന്ന് വെയർ ചെയ്യാനൊക്കെ എളുപ്പമാണ്. ഡെയിലി വെയർ ആയിട്ടെല്ലാം യൂസ് ചെയ്യാവുന്നൊരു സാരിയാണ്. നല്ല ഒതുങ്ങിക്കിടന്നോളും. ഒന്ന് സ്റ്റാർച്ച് ചെയ്യണതിനൊന്നൊരു പ്രോബ്ലം ഇല്ല. പിന്നെ വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ ഡിസൈൻ തന്നെ വരുന്നു. ഇതൊരു ലൈറ്റ് ചിക്കു ഷെയ്ഡിലാട്ടോ വന്നേക്കണേ. ഇതിൻ്റെ പല്ലു പോർഷൻ കണ്ടോ. ഇത്രയും നേരം ഞാൻ കാണിച്ചിരിക്കുന്ന ആ ഡിസൈൻ അല്ല ഇതിൽ വന്നേക്കണേ. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിസൈനാണ് ഇതിൽ വന്നിരിക്കുന്നത്. സൈഡിലൊരു ലേസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരിക. ഏത് പ്രായക്കാർക്കും അനുയോജ്യം കേട്ടോ. പിന്നെ ഇങ്ങനെയാണ് ബോഡി പാർട്ട് വരിക. ഈ സൈഡിൽ ഒരു ലേസാണ് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ലോവർ പോർഷനിൽ ഈ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. പിന്നെ പ്ലീറ്റ്സിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് വരിക വിത്ത് ബ്ലൗസ്. ഇതൊരു പീച്ചിൻ്റെ ഷെയ്ഡാണ്. ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് വേറൊരു ഡിസൈൻ, ഇത് മറ്റൊരു ഡിസൈൻ. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു പോർഷൻ വരിക. നല്ല ഭംഗിയായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കുകളാട്ടോ വന്നിരിക്കുന്നത്. സൈഡിൽ ചെറിയൊരു ലേസും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബോഡി പാർട്ടിലേക്ക് വരുമ്പോൾ ചെറുതായിട്ട് സ്കാറ്റേർഡായിട്ട് ആ എംബ്രോയ്ഡറി വർക്കുകൾ വരുന്നുണ്ട്. അതുപോലെ ലോവർ പോർഷനിൽ ഈ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുമുണ്ട്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസിൻ്റെ സ്ലീവിൻ്റെ എൻഡിൽ ഈ ലേസ് ചെറുതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്ലേറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഈ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുമുണ്ട്. ഇതൊരു ബ്രിക്ക് റെഡിൻ്റെ ഒക്കെ ഒരു ഷെയ്ഡിലാട്ടോ വന്നേക്കണേ. ഡിസൈൻ ഇങ്ങനെ തന്നെ നല്ല ഭംഗിയല്ലേ ഇത് വന്നിരിക്കുന്നതും. ഇങ്ങനെയാണ് ഈ ഡിസൈൻ വരിക. 1 ലെയറായിട്ടാണ് ഇട്ടിരിക്കുന്നതും. അതുപോലെ ട്രാൻസ്പെറൻ്റ് അല്ല, വെയ്റ്റ്ലെസ് ആണ്. നമുക്ക് വെയർ ചെയ്യാനൊക്കെ എളുപ്പമാണല്ലോ. 1385 ഈ സാരി വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഈ സാരി ഫുള്ള് വരിക. പിന്നെ പ്ലെയിൻ ആയിട്ടും ബ്ലൗസിൻ്റെ സ്ലീവിൻ്റെ ഇതിൽ ചെറിയൊരു ലേസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ലെമൺ യെല്ലോ ഷെയ്ഡാട്ടോ. അതിനായി മൾട്ടി കളർ കോമ്പിനേഷനിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്കാണ്. ഇതെല്ലാത്തേലും ഈ ത്രെഡ് വർക്കാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്നു. സൈഡ് ഒരു ലേസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു പോർഷൻ വരിക. ഗ്രീൻ കോമ്പിനേഷനാണ് അധികവും ലെമണിലേക്ക് വന്നിരിക്കുന്നത്. ഇങ്ങനെ ഈ ഡിസൈൻ ലോവർ പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ടും ഈ ത്രെഡ് വർക്ക് വരുന്നുണ്ട്. പിന്നെ പ്ലേറ്റ്സിൻ്റെ ഭാഗമാകുമ്പോഴും ആ ത്രെഡ് വർക്ക് എല്ലാത്തിൻ്റെയും ഇങ്ങനെ തന്നെയാണ് വരിക.
വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ്. സൈഡിലൊരു ചെറിയൊരു ലേസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്നതിൽ ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ഒരു സ്ക്രീൻഷോട്ട് അയയ്ക്കുക.